തൃണമൂൽ കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ കൂടിയായ ശ്രീ മനോജ് കുമാർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മനോജ് കുമാർ, നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരിക്കും UDF സ്ഥാനാർത്ഥി എന്ന് ഏതാണ്ട് ഉറപ്പിക്കുകയാണ്. ഇനിയൊരു പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം തന്നെ മറ്റ് പല സൂചനകളും വരുന്നു. അൻവർ ഒരുപക്ഷെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയേക്കും എന്നൊക്കെ. താങ്കൾക്ക് ഈ സമയത്ത് അറിവുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന കൺവീനർ എന്ന നിലയ്ക്ക് ശ്രീ PV അൻവർ UDFന്റെ ഭാഗമാകണം, തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തെ UDFന്റെ ഭാഗമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്തിന്മേൽ നാളിതുവരെ ഒരു അഭിപ്രായവും നാളിതുവരെ UDF നേതാക്കൾ പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായും കേരളത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം അവസാനിപ്പിച്ച്, ദുർഭരണം അവസാനിപ്പിച്ച് ഒരു സംശുദ്ധ ഭരണം 2026 കേരളത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകം UDFന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് കത്ത് നൽകിയത്. ആ കത്തിന്മേൽ നാളിതുവരെ ഏതാണെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഏതാണെങ്കിലും ശ്രീ PV അൻവറിന്റെ കൂടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം PV അൻവറിന്റെ രാജിയിലൂടെ ഉണ്ടായ ഒഴിവിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ആ മണ്ഡലത്തിലെ സജീവ സാന്നിധ്യവും പ്രവർത്തനങ്ങളുമെല്ലാം UDFന് ഗുണകരമാക്കി മാറ്റുവാൻ അദ്ദേഹത്തെ കൂടെ മുന്നണിയുടെ ഭാഗമാക്കി എടുക്കേണ്ടതായുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു സ്ഥാനാർത്ഥി, അതായത് അദ്ദേഹം നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിനെ കൂടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ആര് മത്സരിച്ചാലും അവിടെ ഒരു വലിയ വിജയം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതില്ല എങ്കിൽ അവിടുത്തെ മറ്റ് പ്രാദേശിക നേതാക്കൾ, അവിടെയുള്ള പൊതുപ്രവർത്തകരായ ശ്രീ PV അൻവറുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കും ശ്രീ PV അൻവർ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായിരുന്നാലും ശ്രീ PV അൻവർ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരിക്കും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉണ്ടാകാൻ ഇടയുള്ളൂ. അത് ആരായിരുന്നാലും എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ മനോജ് കുമാർ, ആത്മവിശ്വാസം വളരെ നല്ലതാണ്. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇല്ലെന്ന് വെക്കൂ. ഇപ്പോൾ ഷൗക്കത്തിന്റെ പേര് ഏതാണ്ട് സ്ഥിരീകരിച്ചു. ഒരു 99% ആ കാര്യത്തിൽ സ്ഥിരീകരണം വന്നു കഴിഞ്ഞു. പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം വരാത്തത് കൊണ്ട് ഷൗക്കത്ത് ഉൾപ്പെടെ അതിൽ പ്രതികരിക്കുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും PV അൻവറിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും നിലപാട്? നിങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ, നിങ്ങളുടെ PV അൻവറിനെ പോലെ ഒരു നേതാവിന് അവിടെയുള്ള പിന്തുണ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഇതൊന്നും കണക്കിലെടുക്കാതെ ഒരു തീരുമാനമാണ് ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അല്ല, ഞങ്ങളീ പറയുന്നത് ഈ സന്ദർഭത്തിൽ വരെ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് വരെ ശ്രീ PV അൻവറിനെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് ആയിരിക്കും UDF പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയായിട്ടും ആയാലും വരിക എന്നാണ് ഞങ്ങൾ കരുതുന്നത്. മത്സരിക്കുമോ? അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ അല്ലെങ്കിൽ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും അതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായി ആലോചിക്കും. അക്കാര്യത്തിൽ തീർച്ചയായും ഞങ്ങളുടെ തൃണമൂൽ കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കരുത്ത് പകരുന്ന ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് പോവുക തന്നെ. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ, ഇതൊക്കെ ഇഫ് ആണ്, പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മത്സരിക്കാൻ നിങ്ങൾ സജ്ജമാണോ? ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാലോ. അല്ല, അത് 8 വർഷക്കാലം അവിടെ MLA ആയിരുന്ന ഒരു വ്യക്തിക്ക് അവിടെ മത്സരിക്കുന്നത് പ്രത്യേകിച്ച് സജ്ജമാകേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഞങ്ങൾ ഏതാണെങ്കിലും അത്തരം കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. ചർച്ചയിലേക്ക് കടക്കുന്ന സന്ദർഭത്തെ കുറിച്ച് ഇപ്പോൾ അതിനോട് പറയേണ്ട സമയവുമായിട്ടില്ല. അതുകൊണ്ടാണ് കാര്യത്തിൽ കടക്കാത്തത്. PV അൻവറിന്റെ ഈ വിഷയത്തിലുള്ള സമ്മർദ്ദം കണക്കിലെടുക്കേണ്ട എന്നൊരു നിലപാടാണ് ഇപ്പോൾ UDF എടുത്തിട്ടുള്ളത്. അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായി അത് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണ്. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ആശയവിനിമയം അൻവറുമായി നടത്തിയ ശേഷം ഞങ്ങളുടെ നിലപാട് പറയാം. ശരി, PV അൻവറുമായി ഈ വിഷയത്തിൽ ഇതുവരെ ഒരു സംസാരം നടന്നിട്ടില്ല പാർട്ടി നേതൃത്വം എന്ന നിലയ്ക്ക്. തൃണമൂൽ കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ് സംസാരിച്ചത്. ഇപ്പോൾ ഒരിക്കൽ കൂടി, അല്പം മുൻപാണ് ആര്യാടൻ ഷൗക്കത്ത് ഈ മാധ്യമ വാർത്തകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. ഞാൻ പറഞ്ഞല്ലോ, ഇത് അല്ല, അതൊന്നും എനിക്കറിയില്ല. ദയവായിട്ട് അല്ല, അതൊന്നുമല്ല. ദയവായിട്ട് സംസാരങ്ങളിൽ നമുക്കത് വ്യക്തമാണ്. എന്താണെങ്കിലും മറ്റുള്ളത് നടപടിക്രമങ്ങളാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ നടപടിക്രമങ്ങൾ. നിലമ്പൂരിൽ PV അൻവറിന്റെ സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സമ്മർദ്ദങ്ങളെ കണക്കിലെടുക്കാതെ
ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകും എന്ന വിവരങ്ങളാണ് വരുന്നത്. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാവും. ഷൗക്കത്തിന്റെ പേരിലേക്ക്, ഒരൊറ്റ പേരിലേക്ക് UDF എത്തിയിരിക്കുന്നു. നിലമ്പൂരിന്റെ മണ്ണിൽ ഏറ്റവും കൂടുതൽ പരിചയമുള്ള, നിലമ്പൂരിന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് ആര്യാടൻ ഷൗക്കത്ത് തന്നെ മത്സരിക്കുന്നതാണ് ഉചിതം എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസും UDFും എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. CV അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, മാസങ്ങളായുള്ള പല പല ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഏതാണ്ട് ഷൗക്കത്ത് മതി എന്നൊരു തീരുമാനത്തിലേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കോൺഗ്രസ് നേതൃത്വവും UDFും എത്തിയിരുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. VS ജോയിയെ ഇക്കാര്യത്തിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു തീരുമാനത്തിലേക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ, സ്ഥാനാർത്ഥി ചർച്ചകൾ ആദ്യഘട്ടത്തിൽ വലിയ ചൂട് പിടിച്ച് നടന്ന അതിന്റെ അവസാന സമയത്ത് തന്നെ ആര്യാടൻ ഷൗക്കത്തിലേക്ക് ചർച്ചകൾ എത്തിച്ചേർന്നിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണവും PV അൻവർ ആദ്യഘട്ടത്തിൽ തന്നെ VS ജോയുടെ പേര് പറഞ്ഞുകൊണ്ട് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചു എന്ന പ്രതീതി നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഏതൊരു സാഹചര്യത്തിലും അങ്ങനെ ഒരു സമ്മർദ്ദത്തിന് വഴിപ്പെടേണ്ട എന്ന തീരുമാനം. അതിലുപരിയായിട്ട് ആര്യാടൻ ഷൗക്കത്ത്, ആര്യാടൻ മുഹമ്മദിന്റെ മേൽവിലാസം, ആര്യാടൻ മുഹമ്മദിന്റെ മകൻ, അതുപോലെ തന്നെ പാർട്ടി നേതൃത്വത്തിൽ നേരത്തെ തന്നെ ഈ ഒരു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. നിലമ്പൂരിൽ ഏറെ വർഷമായുള്ള പ്രവർത്തന പരിചയം, നിലമ്പൂർ മേഖല കേന്ദ്രീകരിച്ച്, നിലമ്പൂർ നഗരസഭ കേന്ദ്രീകരിച്ച് ഭരണപരിചയമുള്ള വ്യക്തി. അതിലെല്ലാം അപ്പുറത്ത് നിലമ്പൂരിൽ ഈ തവണ ഏറ്റവും ഉചിതമാകുന്നത് ആര്യാടൻ ഷൗക്കത്തായിരിക്കും മറ്റ് പല സമവാക്യങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ എന്ന തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിച്ചേർന്നിരുന്നു. അവിടെയാണ് ഇടക്കാലത്ത് ഒരു തീവ്രവാദ ഭീകരാക്രമണവും മറ്റു സംഭവവികാസങ്ങളും കാരണം തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുകയും തുടർന്ന് ചർച്ചകളൊക്കെ തന്നെ അവസാനിക്കുകയും ചെയ്ത ഘട്ടം. അവിടെ നിന്നും ചർച്ചകൾ തുടങ്ങുമ്പോൾ തന്നെ PV അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വലിയ ഒരു സമ്മർദ്ദ തന്ത്രമാണ്, സമ്മർദ്ദ നീക്കമാണ്. രണ്ട് കാര്യങ്ങൾ അൻവർ മുന്നോട്ട് വെച്ചു. ഒന്ന്, VS ജോയെ സ്ഥാനാർത്ഥിയൊക്കെ, രണ്ട് UDF മുന്നണിയിലേക്ക് അൻവറിന്റെ ഒപ്പമുള്ളവരെ TMCയെ എടുക്കുക എന്നുള്ളത്. അതിൽ ആദ്യഘട്ടത്തിൽ ഈ VS ജോയുടെ കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു പരിധിവരെ അൻവറിന്റെ തന്ത്രങ്ങളൊക്കെ വിജയം കണ്ടെന്ന് പറയെങ്കിൽ പോലും VS ജോയുടെ പേര് പറഞ്ഞ് അൻവർ നടത്തിയ ആദ്യം മുതലുള്ള പ്രചാരണം അത് പാർട്ടി നേതൃത്വത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല എന്ന് നേതൃത്വം തന്നെ വ്യക്തമാക്കിയിരുന്നു. കാരണം പുറമേ നിന്ന് അതുവരെ LDFന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരാൾ, അതുവരെ UDFനെ മുഴുവൻ മോശമായി സംസാരിച്ചിരുന്ന, വിമർശിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് LDF വിട്ടുവന്ന് എൻ്റെ പിൻഗാമിയായിട്ട് UDF ഇന്നയാളെ നിർത്തണമെന്ന് പറയുന്നത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു UDF നേതൃത്വം ഉണ്ടായിരുന്നത്. കോൺഗ്രസിൻ്റെ പല നേതാക്കളും അത് പരസ്യമായിട്ടും സമ്മതിച്ചിട്ടുണ്ട്, രഹസ്യമായിട്ടും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ VS ജോയ്ക്ക് തിരിച്ചടിയായിട്ടുള്ളത്. മറിച്ച് ഷൗക്കത്ത് പാർട്ടിയുടെ കൃത്യമായ നേതൃത്വത്തിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് നേതൃത്വത്തിന് കൊടുത്ത വാക്ക് അത് മുഖവിലേക്കെടുത്ത് അതിൽ വിശ്വാസം അർപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് പോയത്. ശരി അനുമോദ്, ഇനി അറിയേണ്ടത് ഒരൊറ്റ ചോദ്യമാണ്. എന്തായാലും ആര്യാടൻ ഷൗക്കത്താണ് UDF സ്ഥാനാർത്ഥി എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒറ്റ ചോദ്യം മാത്രം: അൻവർ മത്സരിക്കുമോ? സ്വതന്ത്രനായി നിലമ്പൂരിൽ വീണ്ടും മറ്റൊരു വേഷത്തിൽ അൻവർ ഉണ്ടാകുമോ എന്നതാണ്. മഞ്ജുഷ് ഗോപാൽ, ന്യൂസ് ഡെസ്കിൽ നിന്ന്. മഞ്ജുഷ്,